ക്രിസ്തുവിലൂടെ ആന്തരികമായി വിശുദ്ധീകരിക്കപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവ് പറഞ്ഞു, പുറത്തുനിന്നുള്ള ഒന്നിനും മനുഷ്യനെ അശുദ്ധനാക്കുവാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നുമാണ് സർവ അശുദ്ധിയും കടന്നു വരുന്നത് എന്ന്. കർത്താവ് പറഞ്ഞു, എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു എന്ന്. 3 പാദങ്ങളായി ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, പാപത്തിൻ്റെ ഉറവിടത്തെ കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. ഏദൻ തോട്ടം വരെ പോകുന്ന ഒരു പ്രശ്നമാണിത്. നമ്മുടെ പാപം നമുക്ക് പുറത്തുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫലമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന സമയങ്ങളിൽ നാം എല്ലാവരും കുറ്റക്കാരാണ്. നാം തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ പാപത്തിൻ്റെ ഉറവിടം നമ്മുടെ ഉള്ളിലുള്ള ഒന്നിനു പകരം നമുക്ക് പുറത്തുള്ള ഒന്നായി കാണാൻ നാം പലപ്പോഴും പ്രലോഭിക്കപ്പെടുന്നു. യാക്കോബ് ശ്ലീഹ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സർവ്വ യുദ്ധങ്ങളും മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നും പുറപ്പെട്ടതു തന്നെയാണ്. ബാഹ്യമായ ഒരു നേട്ടവും ആന്തരികമായ ഒരു നേട്ടവും അതിന് ഉണ്ടായിട്ടുമില്ല. അതിനാൽ ആന്തരികമായ വിശുദ്ധിയാണ് പരമപ്രധാനം, തിന്മയെ അകറ്റുവാനുള്ള ഏറ്റവും വലിയ സത്യവും. എന്നാൽ നമ്മുടെ പാപത്തിൻ്റെ യഥാർത്ഥ ഉറവിടം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുക മാത്രമല്ല, നമ്മുടെ പാപത്തെ കൈകാര്യം ചെയ്യുന്നതിലുള്ള തെറ്റായ പരിഹാരങ്ങളിലേക്ക് തിരിയാനും നാം സാധ്യതയുണ്ട്. നമ്മെ തന്നെ ന്യായീകരിക്കാനും ശ്രമിക്കുന്നതുമാണ് നമ്മുടെ സ്വഭാവം. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനും ദൈവത്തിൻ്റെ പ്രീതി നേടുവാനുമുള്ള ശ്രമത്തിൽ നാം ബാഹ്യമായി എന്തെങ്കിലും ചെയ്യുന്നു. എന്നാൽ ആന്തരികമായ തിരിച്ചറിവും വിശുദ്ധീകരണവുമാണ് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനം. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. 2, കേൾക്കാനുള്ള ഒരു വിളി. ഇന്നത്തെ വായന സുവിശേഷം ആരംഭിക്കുന്നത് ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ എന്ന്. ആന്തരികവും ബാഹ്യവുമായ വേർതിരിവുകളെ ബോധ്യപ്പെടുവാൻ, ക്രിസ്തു നമ്മെ വിളിക്കുന്നത് തിരിച്ചറിയുവാനും ക്രിസ്തുവിന് അരികെ ഇരിക്കുവാനുള്ള ആഗ്രഹവും നമുക്കനിവാര്യമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് പോലെ ഒരു പൂർണ്ണമായ വിശുദ്ധീകരണമില്ലാതെ യേശു ജനക്കൂട്ടത്തിന് ഒരു ഉപമ വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം തന്നെ ഓരോ വ്യക്തിയും അവനവൻ്റേതാക്കി അതിനെ എടുക്കുകയും അതിനെ ധ്യാനിച്ച് ആന്തരികമാക്കുകയും ഉള്ളിൽ വസിക്കുന്ന ദൈവ സാന്നിധ്യത്തെയും അതുവഴി നന്മയെയും തിരിച്ചറിയുവാനും ബോധ്യപ്പെടുവാനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനോട് ആ ഉപമയുടെ അർത്ഥം ചോദിക്കുന്നത്. ഇത് ഓരോരുത്തനും തന്നോടും തൻ്റെ ആത്മീയതയിൽ കർത്താവിനോടും ചോദിച്ച് ബോധ്യപ്പെടേണ്ട ഒരു സത്യമാണ്. അതിന് കർത്താവിൻ്റെ അരികെ നാം ഇരിക്കേണ്ടതുണ്ട്. 3, അശുദ്ധി എന്ന ആന്തരിക സത്യം. അന്നത്തെ മതസമ്പ്രദായം ബാഹ്യവും ശാരീരികവുമായ മലിനീകരണത്തിനും ആചാരശുദ്ധീകരണത്തിനും വളരെയധികം ഊന്നൽ നൽകി. എന്നാൽ ഒരു വ്യക്തിക്ക് പുറത്ത് അശുദ്ധമാക്കാൻ കഴിയുന്ന യാതൊന്നും ഇല്ലെന്ന് യേശു വിശദീകരിക്കുന്നു. പഴയ നിയമത്തിൻ്റെ വൈരുദ്ധ്യം, ദൈവം ശുദ്ധവും അശുദ്ധവുമായ മൃഗങ്ങളെയും ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള മറ്റു നിയമങ്ങളെയും തിരിച്ചറിഞ്ഞു എന്നത് ശരിയാണെങ്കിലും ഈ ബാഹ്യ പ്രവർത്തനങ്ങൾ ആളുകളെ ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നതിനുള്ള
പ്രതീകങ്ങളായിരുന്നു. ലേവ്യ പുസ്തകം 11 അധ്യായവും ആവർത്തന പുസ്തകം 14 അധ്യായവും ഇത് നമ്മോട് പറഞ്ഞു തരും. വരാനിരിക്കുന്ന കാര്യങ്ങളുടെ നിഴലനുഭവം മാത്രമായിരുന്നു അത്. ഹെബ്രായ ലേഖനം 10 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ അപ്രകാരമാണ് പറയുന്നത്: നിയമം വരാനിരുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനിരൂപമല്ല. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല. അവയ്ക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ബലിയർപ്പണം തന്നെ നിന്നു പോകുമായിരുന്നില്ലേ എന്ന്. പഴയ നിയമ കാലഘട്ടങ്ങളിലുള്ള വിശുദ്ധീകരണത്തിൻ്റെ അപൂർണതകളെ കർത്താവായ യേശുനാഥൻ പുതുനിയമത്താൽ പൂർണ്ണമാക്കി തീർക്കുന്നു. അതിൻ്റെ അന്തസ്സത്തെയാണ് കർത്താവ് പറയുന്ന ആന്തരികമായ വിശുദ്ധിയും അശുദ്ധിയും. അതുവഴി കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടിയും അശുദ്ധമല്ല. മത്തായി സുവിശേഷം 5 അധ്യായം 17 വാക്യവും പറയും, അശുദ്ധി ഹൃദയത്തിൻ്റെ കാര്യമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം 9 വാക്യവും യാക്കോബ് ശ്ലീഹ 1 അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്യവും പറയും, ഓരോ വ്യക്തിയും ജനിക്കുന്നത് പാപത്താൽ ദുഷിച്ച ഹൃദയത്തോടെയാണ്. ആന്തരിക ശുദ്ധീകരണം ആവശ്യമാണ് അവന് എന്ന്. ആത്യന്തികമായ പ്രശ്നം നമ്മുടെ ഹൃദയം തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്പർശിച്ച് തിരിച്ചറിയാം. അതിന് കർത്താവിൻ്റെ ഹൃദയത്തോട് നമുക്ക് ചേർന്നിരിക്കാം. അശുദ്ധിയും വിശുദ്ധിയും തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുടെ മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹം എന്നെ തേടി ഭൂവിൽ വന്ന നേരം എൻ ചിത്തം നൽകി എന്നെ തന്നെ മണ്ണിൽ പൂർണ്ണമായി നിന്നിൽ ഞാൻ അലിഞ്ഞിടാം. സ്നേഹം എന്നെ തേടി ഭൂവിൽ വന്ന നേരം എൻ ചിത്തം നൽകി
മാത്രമായി എന്നും ജീവിക്കുവാൻ നീ എൻ സ്വപ്നം, എൻ സ്വർഗം. നിന്നിൽ മാത്രമായി എന്നും ജീവിക്കുവാൻ ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും യേശുവേ നിന്നിൽ മാത്രമായി ദൈവരാജ്യത്തിലും